പ്രസിഡന്റ് ഉണ്ടോ ചേച്ചി? അയ്യോ പ്രസിഡന്റ് എന്നോ? ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്ന് പറയാ. മഗതിയല്ലേ മഗതി. ഇത് കണ്ട ആഹാ ഇതാര്? നമസ്കാരം. എന്താ സുഖു? ഒരു സഹായം വേണമായിരുന്നു. എന്ത് സഹായം അസുഖു? ഒരു കത്ത് വേണമായിരുന്നു, ഒരു റെക്കമെൻഡേഷൻ കത്ത്. ശുപാർശ കത്താണോ? അതിനാണോ തലയും ചൊറിഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ നിക്കുന്നേ? അയ്യേ എന്റെ സുഖു, ഈ പ്രസിഡന്റ് സതി ജനകീയ പ്രസിഡന്റാ. എപ്പോ ഒരു ശുപാർശ കത്ത് വേണോ അപ്പൊ എന്നെ വിളിക്കണം. ചേച്ചി ഒരു ശുപാർശ കത്ത് അത്രയും പറഞ്ഞാ മതി. നേരിട്ട് പോലും വരണ്ട, വിളിച്ചു പറഞ്ഞ കത്ത് ഞാൻ അങ്ങോട്ട് കൊടുത്തയക്കാം. വേണമെങ്കിൽ ലെറ്റർ പാടി ബ്ലാങ്ക് ആയിട്ട് ഒപ്പിട്ട് വന്നേക്കാം. പൂരിപ്പിക്കുന്നേക്കാം അവരുടെ തന്മയത്തെ പോലെ പൂരിപ്പിക്കട്ടെ. അകത്തേക്ക് വന്നാട്ടെ, വന്നാട്ടെ, വന്നേ. പേടിച്ചൊക്കെയാ ചോദിക്കുന്ന ഒരു കത്തേ. വരൂ. ഓ അവസാനം ഒരു ശുപാർശ കത്തിന് വേണ്ടി വരാൻ തോന്നിയല്ലോ. എന്നും ഞാൻ വിചാരിക്കും എന്റെ നഗറുകാരെന്താ ശുപാർശ കത്തിന് വരാത്തതെന്ന്. സത്യം പറഞ്ഞാണ്ടല്ലേ സതിച്ചേച്ചി ഇന്ന് രാവിലെ അതും പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. ആ സുഖ പറഞ്ഞ ആർക്കാ കത്ത് വേണ്ടത്? DYSP. ഈശ്വര, DYSPക്ക് രണ്ടാമത്തെ കത്താണല്ലോ. കണ്ട, ശുപാർശ തുടങ്ങിയ ദിവസം നല്ല രാശിയുള്ള ദിവസമാണ്. ആദ്യം നമ്മൾ കൊടുത്ത കത്തിൽ ഡിയർ DYSP എന്നായിരുന്നു. ഇപ്പോഴാ രീതി മാറ്റിയാലോ? മാറ്റി. എന്ത് പറയാ, സ്നേഹം നിറഞ്ഞ DYSP സാർ. ചേച്ചിയെ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടി മുകളിലാണ് ജനപ്രതിനിധി. DYSP ആണ് ഇങ്ങോട്ട് സാറേ മാഡം എന്നൊക്കെ വിളിക്കാൻ. അത് നേരെ. മിസ്റ്റർ DYSP. അതൊക്കെ സ്റ്റേഷനിൽ എല്ലാവർക്കും സുഖമാണല്ലോ. ഭയങ്കര ടേംസിലാ. ഇവിടെയും അപ്രകാരം തന്നെ. അതെ. ഈ കത്തുമായി വരുന്ന സുഖു എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതിരിക്കട്ടെ, എന്താ സുഖുവിന്റെ ആവശ്യം? എന്റെ അനുജനെ വൺവേ തെറ്റിച്ചൊന്ന് വണ്ടി ഇടിച്ചു. വണ്ടി ഇടിച്ചവൻ ജാമ്യം കൊടുക്കരുത്, സ്ട്രോങ് ശിക്ഷ കൊടുക്കണം. അങ്ങനെ ഒരു ശുപാർശ കത്ത് വേണം. അല്ല അത് ശരി. അപ്പൊ അത് ഇത് ഒന്നാണല്ലേ? എന്താ? അല്ല അതിപ്പോ സുഖു ഒരു അല്പസമയം വെളിയിലോട്ടുന്നില്ല. ഓ അതിനെന്താ? പിന്നെ അവിടെ ഒളിഞ്ഞു നോക്കല്ലേ, നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാം. ചേച്ചി എന്തുവാടാ എതിർത്ത് അനുകൂലിച്ചു ഒരാൾക്ക് തന്നെ എങ്ങനെ കത്ത് കൊടുക്കുന്നല്ലേ ആലോചിക്കുന്നത്? പ്രതിയെ വിടണമെന്ന് പറഞ്ഞ് ലേച്ചേച്ചിക്ക് കത്ത് കൊടുത്തിട്ട് വിടരുതെന്ന് പറഞ്ഞ് കത്ത് കൊടുത്താ എന്താ? കത്ത് കൊടുത്താ ഈ രണ്ട് കുടുംബക്കാരുടെ വോട്ട് ആജീവനാന്ത ചേച്ചിക്ക് കിട്ടും. ചേച്ചി അങ്ങോട്ട് എഴുതണം. ചേച്ചി എഴുതാടാ, എഴുതാം. നിക്കേ സുഖു ഇങ്ങി വരൂ. ഈ സുഖുവിന്റെ അനുജനെ ഒരാൾ വൺവേ തെറ്റിച്ചു വന്ന് വണ്ടി ഇടിച്ചു. അങ്ങനെ ചെയ്ത ആ പ്രതിയെ ഒരിക്കലും ജാമ്യം കിട്ടാത്ത കേസിൽപ്പെടുത്തി ജീവപര്യന്തം തടവിലാക്കി ശിക്ഷിക്കാൻ മുൻകൈയെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പിന്നെ എന്റെ ചേച്ചി ഒരു പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ഒരിക്കലും അപേക്ഷിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? അപേക്ഷിക്കാൻ പാടില്ല. വേറെ എന്തെങ്കിലും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ശിക്ഷിക്കപ്പെടാൻ മുൻകൈ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ശിക്ഷിക്കപ്പെടാൻ മുൻകൈ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പോരെ? എഴുതി പ്രസിഡന്റ് പോരെ? ശീശര, തൃപ്തിയായാലും നന്ദിയുണ്ട് മാഡം, വളരെ നന്ദിയുണ്ട്. നന്ദി വോട്ടായിട്ട് ഇങ്ങനെ തന്നാ മതി സുഖു. ശരി സുഖു, എളുപ്പം കൊണ്ടുകൊടു. എന്താവോ എന്തോ. ഇതങ്ങനെ വിടാൻ പറ്റത്തില്ല. ഇതങ്ങനെ വിട്ടാലും പറ്റത്തില്ല. എങ്ങനെ വിടാൻ പറ്റത്തില്ലെന്നാ? ലീലാവ് ചേച്ചി വിചാരിച്ചാലും പറ്റും കുറെ ശുപാർശ കത്തുകൾ കൊടുക്കാൻ. കേട്ടാ എന്താ സുഖ? എന്താന്ന് നിനക്ക് ശുപാർശ കത്തുകൾ വല്ലതും വേണം? ശുപാർശ കത്താ? ഓ എന്ത്? ശരി, കാണിച്ചു കൊടുക്ക. ശുപാർശ കത്തുകൾ വാരി കോരി കൊടുക്കുകയാണ് ചേട്ടത്തി, വാരി കോരി കൊടുക്കുന്നു. ആര് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അപ്പോഴേ കത്തെടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവില്ലേ, എനിക്കൂല്ലേ നിലയും വിലയൊക്കെ. ഞാനും കൊടുക്കും ശാരദ ശുപാർശ കത്ത്, എനിക്കും കൊടുക്കണം. നാത്തു സമാധാനപ്പെട്. പ്രസിഡന്റിന്റെ കത്തിനുള്ള വെയിറ്റ് പ്രതിപക്ഷ നേതാവിന്റെ കത്തിനുണ്ട്. ഈ ശുപാർശയ്ക്ക് വേണ്ടി ആൾക്കാർ വരുമ്പോഴേ പദവിക്ക് ഒരു വിലയുണ്ടാവും. നമുക്ക് ഓഫീസിൽ ചെന്നിരിക്കാം, ഒരു കെട്ട് പേപ്പറും കുറെ പേനയായിട്ട് അങ്ങ് പോവാം.
വരുന്നവർക്കൊക്കെ എഴുതി കൊടുക്കണം ശുപാർശ കത്ത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പുറത്തോട്ടിറങ്ങിയ ആൾക്കാരെയൊക്കെ ഒന്ന് ക്യാൻവാസ് ചെയ്യാം. നിങ്ങൾ പേപ്പറും പേനയൊക്കെ റെഡി ആക്കിയിരിക്കും കേട്ടോ. ഇപ്പൊ വാ, നമുക്ക് പേപ്പറും പേനയും എടുക്കാം. ഹലോ, വരണം. റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. അല്ല, ഈ റെക്കമെൻഡേഷൻ ശുപാർശ അതുണ്ട്. എവനാടാ എവന് വട്ട പോവാ, നീ പോവാ. നീ എന്തെങ്കിലും കൊണ്ട് വാടാ നീ ശുപാർശക്ക്. അടുത്തയാള് വരുന്നു. അയ്യോ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? അല്ല, മോൻ കണ്ടാലേ അറിയാം, എന്തോ ഒരു പ്രശ്നമുണ്ട്. കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു, തോറ്റുപോയി, അതിന്റെ വിഷമം. അയ്യോ, തരാം, ശുപാർശക്കത്ത് തരാം. ജഡ്ജിക്കായിട്ടൊരു ശുപാർശക്കത്ത് തരാം. അല്ല അത് ഇനിയിപ്പോ എന്തോ ആലോചിക്കാം. വരണം, ഒരു ശുപാർശക്കത്ത് തരാന്ന് കൊണ്ടുപോണമെന്ന്. എല്ലാം ഓക്കെ ആവും, എല്ലാ പ്രശ്നവും തീരും ഇതോടെ. കുഞ്ഞ് അടങ്ങണം, കുഞ്ഞ് സമാധാനമായിട്ടില്ല. ശുപാർശ കത്ത് കൊടുക്കാൻ ആരെയും കിട്ടാത്തത് കൊണ്ട് എനിക്ക് എന്തോ അസ്വസ്ഥത പോലെ, ഉള്ളിലൊരു പുകച്ചില്. ചേച്ചി ഇത്രയ്ക്കങ്ങ് ക്ഷമകേട് കാണിക്കാതെ. ദൈവം എന്നൊരാൾ മോളിലെല്ലാം കണ്ടോണ്ടിരിക്കല്ലേ, ഒരു വഴി ഉണ്ടാക്കും. അതെ, ആദ്യം ശുപാർശ കത്ത് കൊടുക്കാൻ നേരത്ത് എനിക്ക് വല്ലാത്ത മടിയും പേടിയായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു ദിവസം 50 കത്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഉറക്കം വരുന്നില്ലെന്നേ. ഇങ്ങോട്ട് വാ. ചേച്ചി, ഇങ്ങാർക്കൊരു ശുപാർശ കത്ത് കൊടുക്കണം. അല്ല, എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. വേണ്ട, എന്നാലും ഒരു ശുപാർശ കത്ത് കയ്യിരിക്കുന്നത് ആകാശം ഇടിഞ്ഞൊന്നും വീഴത്തില്ലല്ലോ. പറ, ആർക്ക് വേണം? മുഖ്യമന്ത്രിക്ക് വേണോ, ആഭ്യന്തരമന്ത്രിക്ക് വേണോ, ഗവർണർക്ക് വേണോ? പറ, ആർക്ക് വേണം? DGPക്ക് കൊടുക്കാം. മന്ത്രിമാർക്ക് കൊടുക്കുന്നേക്കാൾ വെയിറ്റ് പോലീസ് മേധാവികൾക്ക് കൊടുക്കുമ്പോഴാണ് നമ്മളറിയാതെ നമുക്കൊരു വെയിറ്റ് വരും. അല്ല, അയൽവക്കക്കാരുമായിട്ട് വല്ല തർക്കവും ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. പിന്നെ ചെറുതാണെങ്കിലും അത് മതി. മതി ധാരാളം ചേച്ചിയെ കൊണ്ട് മാറിയ തർക്കം അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നല്ലേ ഉള്ളൂ. കണ്ടോ, നമസ്കാരം. പ്രിയ DGP, പ്രിയ, ഈ വരുന്ന ആൾ എന്റെ ഒരു സുഹൃത്താണ്. ഇയാളുടെ അയൽപ്പക്കക്കാർ ഇയാളെ നിരന്തരം ശല്യപ്പെടുത്തുന്നു. അയ്യോ, അങ്ങനെ ശല്യമൊന്നുമില്ല. പിന്നെ ശരി, ഇത്രയൊക്കെ മതി മോനെ. ഇത് കൊണ്ടുവന്ന് DGPയുടെ കൈ കൊടുത്താണ് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്, നന്നായി വരും. ഓക്കെ, സന്തോഷമായല്ലോ. വാ, പോ, ഞാൻ അടുത്ത ആളുമായിട്ട് പോരാ. ശരിയാണ്. പോ അങ്ങോട്ട്. ഇപ്പോഴാണ് ചേച്ചി ശ്വാസം നേരെ വീണത്. ഒരാളെ കിട്ടിയല്ലോ. ഓ, അയ്യോ, ഓടിക്കോ, പോലീസ് വരുന്നു, ഓടിക്കോ. എന്താ കാര്യം? കോടതി അലക്ഷ്യത്തിന് അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നു. കോടതി ലക്ഷ്യോ? അന്ന് നമ്മൾ കൊടുത്തില്ലേ ശുപാർശ കത്ത്, മറ്റേ കോടതിയിലെ ജഡ്ജിക്ക് പ്രതിയെ വിടണമെന്നും പറഞ്ഞോണ്ട്. അത് കോടതി അലക്ഷ്യമാണെന്ന്. നാത്തൂന് അങ്ങനെ അലക്ഷ്യമായിട്ടൊന്നും എഴുതിയിട്ടില്ലല്ലോ. നല്ല ശ്രദ്ധയോടെ അക്ഷരത്തെറ്റില്ലാതല്ലേ എഴുതിയത്. എനിക്ക് പേടിയാവുന്നു സുഗുണ. പേടിച്ചിരുന്ന രക്ഷയൊന്നുമില്ല, ഓടണം. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. അയ്യോ ഈശ്വര, ശുപാർശ കത്ത് ഇങ്ങനെ ഒരു അപകടത്തിൽ കൊണ്ട് ചാടിക്കുമെന്ന് അറിഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. എന്താ? ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഒരു ശുപാർശ കത്ത് നമുക്ക് വാങ്ങിക്കാം. അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം?
നമ്മൾ കൊടുത്ത പോലെ ആത്മാർത്ഥതയില്ലാത്ത കത്തുകളാണ് അവരും തരുന്നതെങ്കിലോ? ചുമ്മാ ആളാകാൻ വേണ്ടിയും ആളെ പിടിക്കാൻ വേണ്ടിയും മാത്രമായിട്ടുള്ള ശുപാർശ. അങ്ങനെയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നേരെ പുറകുവശത്ത് മതിലെടുത്തിയായിട്ട് രക്ഷപ്പെടാം. അതിനിപ്പോ ആരുടെയും ശുപാർശ ഒന്നും വേണ്ടല്ലോ. ഓടിക്കോ. അത് ശരിയാ. അല്ലെങ്കിൽ പോലീസ് വരും. ഓടിക്കോ. അമ്മാവാ, ഏയ് അമ്മാവാ, അവിടെ നിന്നേ. അയ്യോ, എന്താ മാഡം? അല്ല, എന്ത് ഭാവിച്ചോണ്ടാ നിങ്ങളുടെ ഈ പുറപ്പാട്? അയ്യോ, എന്ത്? സതിയെ കാലാവധിക്ക് മുമ്പ് പറഞ്ഞു വിടാനാണോ ആഗ്രഹം? എന്താ മാഡം? നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എന്തിനാ അവരെ കൊണ്ട് ഓരോ കോപ്രായങ്ങൾ കാണിപ്പിക്കുന്നേ? പച്ചക്കറി വാങ്ങാൻ കാറേ പോകല്, ഓരോ തരികടൽ ഒപ്പിക്കലും. അയ്യോ, അതല്ല മാഡം, സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് സംഗതി ആയാലും കൊള്ളാം. നോക്കിയും കണ്ടു ഓരോന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ അറിയാലോ. അറിയാം. കുഞ്ഞു ഒബ്ജക്ഷൻ ഒന്നും പറയരുത്. സതി കുഞ്ഞിനെ ഒന്ന് കാണണം. പക്ഷേ പെട്ടെന്ന് കയറി വരാൻ ഒരു മടി. പിന്നെ ഇങ്ങ് വരട്ടെ. ഇത് ചാണ്ടി അയ്യുമ്പോ തൊമ്മ മുറിവെന്ന് പറഞ്ഞ പോലെയാണല്ലോ. കുഞ്ഞൊന്ന് അയയണം. പിന്നെ ആദ്യം അവള് രാജിവെക്കട്ടെ. രാജി വെച്ചിട്ട് വരട്ടെ, അപ്പൊ ഞാൻ സംസാരിക്കാം. എന്റെ കുഞ്ഞ് കിടന്ന് പൊടിക്കാതെ നോക്കൂ. കുഞ്ഞെ, ഏതൊരു ഭരണക്കാരും കൂടുതൽ സഹായിക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്നവരെയാ. ആ സതി കുഞ്ഞിനെ കൂടെ നിർത്തി അതിന്റെ നേട്ടം നമുക്ക് തന്നെയാ. ആടിക്കളിയടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞ ആടിക്കളിക്കും, ചാടിക്കളിയടാ എന്ന് പറഞ്ഞ ചാടിക്കളിക്കും. എന്നാലും ലീലാവതി എങ്ങാനും അറിഞ്ഞ അതാ അറിയുമ്പോഴല്ലേ. അപ്പൊ അതിനുള്ള വഴി ദൈവം കാണിച്ചു. ഏതായാലും ഞാൻ സതി കുഞ്ഞിനെ വിളിക്കാം. കുഞ്ഞ് ഒന്ന് സഹകരിക്കണം. ചേട്ടത്തി, ഒരു ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടാ. എന്ത് ശ്രുതി? ഉള്ളതാണോ കള്ളാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. കള്ളമായി പോണേന്നാ എന്റെ പ്രാർത്ഥന. കാര്യം പ്രസൂണ, ആ കുഞ്ഞുഞ്ഞാമയും സഹിച്ചേച്ചിയും തമ്മിൽ അടുക്കാൻ പോണെന്ന്. ആരാ ഇത് പറഞ്ഞേ? ആ ലത ചേച്ചി പ്രേരിപ്പിച്ചിട്ട് സഹിച്ചേച്ചിയെ കുഞ്ഞുഞ്ഞാമയായിട്ട് അടുപ്പിക്കാൻ പോണത്രേ. സഹിച്ചേച്ചിക്ക് ഇഷ്ടമൊക്കെ തന്നെ. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം കുഞ്ഞുഞ്ഞമ്മ എന്നെ അറിയിച്ചേനെ. ചേട്ടത്തി ഒരു പാവം. ചേട്ടത്തി ആർക്കും പറ്റിക്കാൻ പറ്റും. ചേട്ടത്തി, സത്യമായ കാര്യമാണ് ഞാൻ ഈ കേട്ടത്. ഞാൻ വിശ്വസിക്കില്ല. എന്താ ചൂട്? അയ്യോ, ഇത് ആര് നിക്കണത്? വരണം വരണം. ഉണ്ടോ നോക്കാന്ന് വിചാരിച്ചു. ശൗതള കുഞ്ഞ് ചിലപ്പോ ഇങ്ങോട്ട് വരും. വരണം വരണം. അയ്യോ, എന്ത് സന്ദേഹിച്ച് നിക്കണത്? വരണം വരണം. അയ്യോ അയ്യോ, കുഞ്ഞു വരണം. കുഞ്ഞ് അയ്യോ. അയ്യോ, നമുക്ക് കണ്ണുകൊണ്ട് പാടി വിളിക്കണം. വരണം കുഞ്ഞ്. എന്ന് വെച്ചാ എനിക്ക് തീരെ പോണം, അർജന്റ. വളരെ കുഞ്ഞു വാ കുഞ്ഞ്, ഇങ്ങോട്ട് വന്നേ. പോവല്ലേ? പോണം, ഇങ്ങോട്ട് വരാൻ. വലിയ പദവിയിൽ ഇരിക്കുമ്പോ വീട്ടില് ചൊറിയും കുത്തി ഇരിക്കുന്ന മന്ത്രി ആരെങ്കിലും ചോപ്പ് ലൈറ്റും കറക്കി ഓണം മുഴക്കി ആശുപത്രിയിലാക്കി പായണം. അപ്പൊ വില കിട്ടും. മന്ത്രി എന്ന് ഞാൻ പറയും. സാധിക്കുന്നുണ്ട് ഒരു തിരക്ക്. ആ ഓട്ടത്തിനിടയിൽ ഒരു ഹാൾട്ട് വേണമല്ലോ, ഒരു ചായ കുടിച്ച് വിശ്രമിക്കാൻ. ഇതിപ്പോ അങ്ങനെയുള്ള ഒരു ഹാൾട്ട് നടന്നു മതി. എന്നെ അകത്തോട്ട് വിളിക്കാൻ പറയണം ചേച്ചി. വിളിക്കാൻ പറയും. അത് ശരി. കുഞ്ഞു വീട്ടിൽ കയറി വന്നപ്പോ വാക്കുകളൊന്നും പുറത്തു വരണില്ലല്ലേ? ശബ്ദങ്ങളൊക്കെ ബ്ലോക്ക് ആവണ്. വിളിക്കണം, വാ തുറന്ന് വിളിക്കണം. അതിഥി ദേവോ ഭവാന്നല്ലേ? ദേവനെ വിളിക്കൂ. ആ വിളിക്കണം. ആ റെഡി, 1 2 3 വരൂ. അയ്യോ,
എന്നാ വരത്തില്ല. ഞാൻ വരാം. ഇതാ വരുന്നു.